പ്രിയമുള്ളവരെ, സൂര്യകാന്തി ബിസിനസ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ പുതുവത്സര ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2024 ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ഒരു തുള്ളി കണ്ണീരിൻ്റെ ഓർമ്മയിലാണ്. ഒരു രാത്രി ഇട്ടുവെളുത്തിയപ്പോൾ ജീവനും സ്വന്തക്കാരും നാടുമെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത നമുക്ക് മുന്നിലുണ്ട്. ആ മഹാദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞ എല്ലാവർക്കും മുന്നിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഒപ്പം തന്നെ അടുത്തിടെ വിടവാങ്ങിയ മലയാളത്തിൻ്റെ കഥാകാരൻ MT വാസുദേവൻ നായർ, നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ഒപ്പം അറിയാത്തതുമായ നമ്മെ വിട്ടുപിടിഞ്ഞ എല്ലാ ആളുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നന്ദി. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഇൻഷാ ഫാത്തിമയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളിൻ കാവലാകണമേ. പുതിയ പ്രഭാതം വിടരുവാനായി, പുതിയ പ്രതീക്ഷ പൂവിയുവാനായി, നന്മകൾ നിറയുമീ പൂങ്കാവുകൾ, സ്നേഹം വിടർത്തും വയലേലകൾ, ഞങ്ങൾ തൻ മനതാരിലെന്നുമെന്നും അക്ഷരപ്പൊരുളിൻ കാവലാകണമേ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളിൻ കാവലാകണമേ. സ്വാഗതം മോദി സംസാരിക്കുന്നതിന് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ N. പ്രദീപ് കുമാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സൂര്യകാന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എന്നെക്കാൾ പരിചയമുള്ള ഞാൻ പ്രദീപാണ്. നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് ഒരു പരിപാടി വെച്ചിരുന്നു, അത് ക്യാൻസൽ ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം പുതുവർഷം കുറച്ച് വിപുലമായ രീതിയിൽ ആഘോഷിക്കാമെന്ന് എല്ലാവരെയും തീരുമാനപ്രകാരമാണ് നമ്മളിത് ആഘോഷിക്കുന്നത്. ഏകദേശം ആൾക്കാർ എത്തിയിട്ടുണ്ട്, കുറച്ച് പേരും കൂടി വരാനുണ്ട്, എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ വിചാരിച്ചതുമാതിരി നമ്മളെ സംഗതികളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. അതിൽ നമ്മളെ സൂര്യകാന്തിപ്പെട്ട എല്ലാ അംഗങ്ങളും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുമുണ്ട്. ആദ്യമായി നമ്മുടെ അസോസിയേഷൻ പുതുവത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കോവക്കുനി ശ്രീ പരേതനായ ചന്ദ്രേട്ടൻ്റെ വൈഫാണ് കോവക്കുനി ശ്രീ ശാന്തമ്മ അവർക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. രണ്ടാമതായി കോവക്കുനി
മാധവൻ നായർ, എല്ലാവർക്കും അറിയാലോ. മാധവേട്ടന് സൂര്യകാന്തി സെക്രട്ടറിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മൂന്നാമത് കോവക്കുനി രാധമ്മ, ഗിരീഷിന്റെ സ്വപ്നത്തിൻ്റെ അമ്മയാണ്. അവർക്കും ഈ വേദിയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ നമ്മളെ അസോസിയേഷൻ പ്രസിഡന്റ് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ആളാണ്, ശ്രീ കെ ദേവദാസ്. അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്കും കൂടാതെ അതിഥികൾക്കും, അതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാർ തന്നെയാണ്, എല്ലാവരും വീട്ടിൽ വിരുന്നുകാർ വന്നവർ തന്നെയാണ്. ഇനി അഥവാ പുറമേ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പരിപാടി കാണാൻ വന്ന എത്തിയവരാണ്. അവർ നമ്മൾ സന്തോഷമേ ഉള്ളൂ. അവർക്കും എല്ലാവർക്കും കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. അടുത്തതായി യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സംസാരിക്കുന്നതിന് അസോസിയേഷൻ പ്രസിഡന്റ് കെ ദേവദാസ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറി പ്രദീപേട്ടൻ, ഖജാൻജി മോഹനേട്ടൻ, ശാന്തേച്ചി, രാധേച്ചി, മാധവേട്ടൻ എന്നിവിടെ സൂര്യകാന്തി റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ഈ കലാപരിപാടികളും അതുപോലെ തന്നെ 1.5 വർഷമായി തട്ടിക്കൂട്ടിയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. എങ്കിലും നല്ല വളർച്ചയുള്ള ഈ അസോസിയേഷൻ നമുക്കത് മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ്. കാരണം ധാരാളം ജീവകാരുണ്യം ഇടപെടുകയും അതുപോലെ തന്നെ അതൊക്കെ നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈ കമ്മിറ്റിക്കാരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഈ ഇതിൽ സഹകരിക്കുന്ന എല്ലാ ആകെ 40 വീട്ടുകാരാണുള്ളത്. 1-2 വീട്ടുകാർ മാത്രമേ ഇതിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളൂ. അതൊക്കെ ഇപ്പം നിലവിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പരിപാടിയിലെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയെത്തിയ മാധവേട്ടൻ, ശാന്തേച്ചി, രാധേച്ചി എന്നിവരെ പ്രത്യേകം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചില ആളുകളെ ക്ഷണിക്കും. ഈ വർഷത്തെ പുതുവത്സര ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ അസോസിയേഷനിലെ തലമുത്ത അംഗങ്ങളായ ശാന്തമ്മ, കോവക്കുനി, മാധവൻ നായർ, രാധാമ്മ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം അവരെ അസോസിയേഷൻ ഭാരവാഹികൾ അനുഗമിക്കുന്നു. Yeah.